ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പെരുമ്പാവൂരിൽ വലിയ രൂപത്തിൽ ഇന്നലെ ഒരു ലഹരി വേട്ട നടന്നിട്ടുണ്ട്. റൂറൽ പോലീസാണ് ഈ വിഷയം അറിയിക്കുന്നത്. 500-ലേറെ ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പൊന്നാനി വെളിയംകോട് പുതിയ വീട്ടിൽ കമറുദ്ദീൻ എന്ന 54-കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. റൂറൽ ജില്ലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ ക്ലീൻ എന്ന പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിയായ ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് 3 കോടി രൂപയോളം വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. മുടിക്കൽ തടി ഡിപ്പോ റോഡിലുള്ള ഗോഡൌണിൽ ചാക്കിൽ കെട്ടിയിട്ട നിലയിലാണ് ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. കുറച്ച് നാളുകളായി ഗോഡൌൺ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ വിൽക്കുന്ന സിഗരറ്റുകൾ, കാശ്മീരിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മാത്രം വിൽക്കുന്ന സിഗരറ്റുകൾ, ഹാൻഡ്സ്, പാൻപരാഗ്, മറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള വസ്തുക്കളാണ് ചാക്കിലുണ്ടായിരുന്നത്. ബംഗളൂരുവിൽ നിന്നും ലോറിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഗോഡൌണിൽ എത്തിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും ഏജന്റുമാർ വഴി വിൽപ്പന നടത്തി വരികയായിരുന്നു. കമറുദ്ദീനാണ് ഗോഡൌൺ നടത്തി വരുന്നത്. ഇയാൾ ആലുവ ചാലക്കൽ ഭാഗത്ത് വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചു വരികയാണ്. സഹായികളുമായി ഇതര സംസ്ഥാന തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ നിന്ന് പണം എണ്ണുന്ന മെഷീനും 1,12,000 രൂപയോളം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ വേട്ടയാണിത്. ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി ജില്ലയിൽ പരിശോധന തുടർന്നു വരികയാണ്. പദ്ധതിയുടെ ഭാഗമായി നടന്ന റെയ്ഡിൽ കഴിഞ്ഞ ആഴ്ചയാണ് 2 ബംഗ്ലാദേശികളെ പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഡാൻസ് ഓഫ് ടീം, ASP ശക്തി സിംഗ്, ആര്യ, നാർക്കോട്ടിക് സെല്ല് DYSP ഷംസ്, ഇൻസ്പെക്ടർ TM സൂഫി, SI-മാരായ റിൻസ് M തോമസ്, PM റാസിഖ്, എൽദോ കുര്യാക്കോസ്, SI-മാരായ അബ്ദുൽ മനാഫ്, സീനിയർ CPO-മാരായിട്ടുള്ള രതി അഫ്സൽ തുടങ്ങിയ ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ രാജ്യത്തെ നന്മയിലേക്ക് നയിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരം ചില കൃത്യങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയേ മതിയാകും. നമ്മുടെ നാട്ടിൽ ഇത് അത്ഭുതമല്ലാത്ത സംഭവമായി മാറുന്നുണ്ട്. നഗരൂരിലാണ് കഴിഞ്ഞ ദിവസം വാടക വീടിനകത്ത് നിന്ന് 1 ടണ്ണോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. നഗരൂർ സ്വദേശിയായ ശശികുമാർ വാടകയ്ക്ക് നൽകിയിരുന്ന വീട്ടിനകത്ത് നിന്നാണ് ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന വിവിധ തരം പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. ആറ്റിങ്ങൽ ആലംകോട് സ്വദേശി സാജിദ് എന്നയാളുടെ വീട് വാടകയ്ക്ക് എടുത്തിരുന്നത് എക്സൈസ് സംഘത്തിന് ലഭിച്ച ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. അവിടെ താമസിച്ചിരുന്നത് ആറ്റിങ്ങൽ ആലങ്കോട് സ്വദേശിയായ സാജിദ് എന്ന വ്യക്തിയാണത്രേ. ഇയാളാണ് വീട് വാടകയ്ക്ക് എടുത്തത്. ഹൗസ് ഓണർ വേറെ ഒരാളാണ്. ശശികുമാറിന്റെ വീടാണ് വാടകയ്ക്ക് എടുത്തത്. അപ്പൊ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ്, കിളിമാനൂർ റേഞ്ച് ഇൻസ്പെക്ടർ ദീപക് ഇവരുടെയൊക്കെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 5 മാസത്തോളമായി ഈ വീട്ടിൽ വാഹനങ്ങൾ യഥേഷ്ടം വന്നു പോകുന്നതിൽ സംശയം നാട്ടുകാർക്ക് തോന്നുന്നു. അങ്ങനെയാണ് അവർ എക്സൈസിന് വിവരം നൽകുന്നത്. അങ്ങനെ എക്സൈസ് സംഘം അപ്പോൾ തന്നെ പരിശോധനയ്ക്ക് എത്തുന്ന സമയത്ത് വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. സാജിദിന് വേണ്ടി എക്സൈസ് സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വീട് തുറന്നു നോക്കിയപ്പോഴാണ് ഈ രാജ്യത്തെ മുഴുവനും ഇല്ലാതാക്കത്തക്ക രൂപത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ടൺ കണക്കിന് അവിടെ നിന്ന് ലഭിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നഗരൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. എന്തായിരുന്നാലും ബന്ധപ്പെട്ട അയൽക്കാര് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത് കൊണ്ട് മാത്രമാണ് ഈ ശശികുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വീട് തുറന്നത്. വഞ്ചിയൂർ സ്വദേശിയാണ് സാജിദ്. അയാളാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. പക്ഷേ സാജിദ് വീട്ടിനകത്തുണ്ടായിരുന്നില്ല. സാജിദിനെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. എന്നാൽ പാലക്കാട് ചാലിശ്ശേരിയിൽ നിന്ന് 75,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നമാണ് പിടികൂടിയത്. പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നം കണ്ടെത്തിയത്. 30 ലക്ഷത്തോളം വില വരുന്ന ഹാൻഡ്സ് ശേഖരമാണ് പിടിച്ചെടുത്തത്. അപ്പൊ സ്വകാര്യ വ്യക്തിയുടെ വാടക കെട്ടിടത്തിനകത്ത് 100 കണക്കിന് ചാക്കുകളിലായിട്ടാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത്രയും കസ്റ്റംസും ചെക്കിങ്ങും ഇത്രയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇവർ ഈ നാട്ടിൽ ലളിതമായും സുലഭമായും
നിർഭയവും ഈ രീതികൾ തുടരുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പിന്നെ നമ്മൾ എങ്ങനെയാണ് മലദ്വാർ ഗോൾഡിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക? കസ്റ്റംസ് ഉദ്യോഗസ്ഥരുണ്ട്, ഒരുപാട് ചെക്കിംഗ് ഉണ്ട് എയർപോർട്ടിനകത്താണ്. എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് പലപ്പോഴും പുറത്തിറങ്ങുമ്പോഴാണ് അവരുടെ സ്വഭാവത്തിൽ, അവരുടെ നോട്ടത്തിൽ, അവരുടെ നടത്തത്തിൽ, അവരുടെ നിപ്പിൽ ഇരിപ്പിലൊക്കെ അസ്വാഭാവികത കാണുമ്പോഴാണ് കൂടുതൽ തെരച്ചിലിന് വിധേയമാക്കുന്നത്. അങ്ങനെയാണ് അവരെ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് കൃത്യമായി ബോധ്യപ്പെടുന്നത്, അതെ, ഇതാണ് കാരണം. അവരെ ഉമ്മറത്തും മലദ്വാരത്തിലുമൊക്കെ ഗോൾഡ് ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അപ്പൊ ഇതുവരെ വന്ന ചെക്കിങ്ങുകളെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലേ? പലപ്പോഴും ഒറ്റുകാര് മാത്രമാണ് പിടിയിലാകുന്നത്. ഈ പിടിക്കപ്പെടുന്ന സാധനം എങ്ങോട്ട് പോകുന്നു? ആര് കൊണ്ടുപോകുന്നു? ആരാണ് ഇവരെ ജാമ്യത്തിൽ എടുക്കാൻ വരുന്നത്? ഒട്ടനവധി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. നിയമത്തിന് പഴുതുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പണം എറിഞ്ഞാൽ മതി, 10 ലക്ഷവും ആളൂരുമുണ്ടെങ്കിൽ ആരുടെയും ജീവൻ എടുക്കാം എന്ന് പറയുന്നത് പോലെ പണം എറിഞ്ഞാൽ എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്. ഇപ്പൊ വന്ന ഒരു ന്യൂസ് ഉണ്ട്. അതായത് ചെങ്ങന്നൂര് കാരക്കാട് എന്ന് പറയുന്ന പാറയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം, അവിടെ 20 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ട്. ഒരാൾ പോലീസിന്റെ പിടിയിലായി. മെഴിവേലി പുത്തൻപറമ്പിൽ വീട്ടില് ബിനു എന്ന 52-കാരനാണ് പോലീസിന്റെ പിടിയിലായത്. ബാങ്കിൽ കവർച്ച നടത്തി 3 കിലോഗ്രാം സ്വർണവും 1 ലക്ഷം രൂപയും കവർന്ന കേസിൽ പ്രതിയാണ് ഇയാള്. എങ്ങനെ ഇയാൾക്ക് ജാമ്യം കിട്ടിയത്? ആരാ ഇയാളെ ജാമ്യത്തിലെടുത്തത്? എന്തേ ഇയാൾക്ക് പിന്നീട് ഒരു ഫോളോ അപ്പ് നടത്താതിരുന്നത്? അപ്പോൾ ആലപ്പുഴ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചെങ്ങന്നൂർ പോലീസും സംയുക്തമായി നടത്തിയ ഒരു പരിശോധനയിലാണ് ബിനു താമസിച്ചിരുന്ന വാടക വീട്ടില് ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന നിലയിലുണ്ടായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ശേഖരം കണ്ടെത്തുന്നത്. ലഹരി വസ്തുക്കളുടെ ഇത്തരം ഉപയോഗം, വിപണനം ലളിതമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ ശേഖരമാണ് പലയിടങ്ങളിൽ നിന്നും ഈ അടുത്തിടെ കണ്ടെത്തിയിരിക്കുന്നത്. ലഹരി വസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മത്സ്യവ്യാപാരത്തിന്റെ മറവിലായിരുന്നു ഇയാൾ ലഹരി വസ്തുക്കൾ കച്ചവടം നടത്തിയിരുന്നത്. ആലപ്പുഴ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പങ്കജാക്ഷന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാർ, ചെങ്ങന്നൂർ പോലീസ് ഇൻസ്പെക്ടർ വിപിൻ എന്നിവരാണ് പരിശോധനയ്ക്കും നിയമ നടപടികൾക്കും നേതൃത്വം നൽകി. ഇവരുടെ ഈ കഷ്ടപ്പാടിന് റിസൾട്ട് ഉണ്ടാകണമെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം രാഷ്ട്രീയ ഇടപെടലുകളും പണം വാരിയെറിഞ്ഞ് ഏറ്റവും ഉന്നതന്മാരായിട്ടുള്ള വക്കീലന്മാരെ കസ്റ്റഡിയിലെടുത്ത് അവരെ കൊണ്ട് ഈ കേസ് വാദിപ്പിച്ചു. ഈ സാമൂഹ്യ വിരുദ്ധർ വീണ്ടും രക്ഷപ്പെട്ട് നമ്മുടെ നാട്ടിൽ തന്നെ എത്തുവാണ്. ഇവരുടെ തലച്ചോറിലുള്ളത് പെട്ടെന്ന് കോടികൾ ഉണ്ടാക്കാനുള്ള ഐഡിയകളാണ്. ഇവരെ ജാമ്യത്തിലെടുക്കാൻ വരുന്ന ആളുകൾ, ഇവരെ പിന്നീട് ഫോളോ അപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇതൊന്നും നമ്മുടെ നാട്ടിലില്ല. നന്ദി.